വിശിഷ്ടവ്യക്തികളെ, ബിസിനസ് സൂമിൻ്റെ സാരഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബിസിനസ് സുഹൃത്തുക്കളെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബിസിനസ് സൂം ഈ പ്രാവശ്യം ഒരു പ്രത്യേക മേഖലയെ ദത്തെടുത്തു പോലെ തോന്നുന്നു. ഞാൻ കൈവച്ചിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് തന്നെ. ഏതാണ്ട് 25,000 കോപ്പിയാണ് ഇത് അടിച്ചിറക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എഡിറ്റേഴ്സിനും മാനേജ്മെൻറ്റിനും ഞാൻ പ്രത്യേകം നന്ദി പറയും. 25,000 വീടുകളിലെത്തുമ്പോൾ ഈ മേഖലയെക്കുറിച്ച് ഒരു അവബോധം വീണ്ടും വരികയാണ്. 2012-13 കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓടി ഒളിച്ച് പോലീസിനെ കാണാൻ പേടിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് നിങ്ങളെ ഈ ഇരിക്കുന്ന കമ്മിലെ നേതാക്കന്മാരൊക്കെ ഞങ്ങളെ ഒന്ന് കാണുകയും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാരിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു മേഖലയായതുകൊണ്ട് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചു, സർക്കാർ ഈ മേഖല എന്ത് ചെയ്യണം. അപ്പം ഞങ്ങൾ വിശദമായി അതിനെ പഠിച്ച് നിയമപരമായി പഠിച്ച് സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ധൈര്യമായിട്ട് ഈ ബിസിനസ്സിനെ പിന്തുണയ്ക്കാം, അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ 2014 കേരള മൂല്യവർദ്ധിത നികുതി നിയമത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും സംഭവിക്കാത്ത രീതിയിൽ മൾട്ടി ലെവൽ എൻറ്റിറ്റിയെ ഒരു പ്രത്യേക രജിസ്ട്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയുണ്ടായി 2014. അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിനെ ചൂടുപിടിച്ചുകൊണ്ട് 2016 ഒരു മാർഗരേഖ തയ്യാറാക്കി. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ മേഖല വളരെ തിളച്ച് നിൽക്കുന്ന ഈ കയ്യിരിക്കുന്ന പകുതി ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കേരളത്തിലെ ഒരു കണക്ക് നോക്കുമ്പോൾ ഞാൻ സർക്കാർ മേഖലയിൽ പല ഗവേഷണങ്ങളും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇന്ന് സർക്കാരിന് കഴിഞ്ഞ 10-70 വർഷമായിട്ട് ജോലി കൊടുക്കാൻ പറ്റിയിരിക്കുന്ന വെറും 5 ലക്ഷം പേർക്കാണ്. 5 ലക്ഷം പെൻഷനേഴ്സും 5 ലക്ഷം ഉദ്യോഗസ്ഥരും, അങ്ങനെ 10 ലക്ഷം ആൾക്കാരെ കേരള സംസ്ഥാനത്ത് സർക്കാർ ജോലിക്കാരുള്ളൂ. ഇന്ന് 2014 തുടങ്ങിയെങ്കിലും 2016 മുതൽ 2019 ഈ സമയത്ത് കേരളത്തിൽ ഇന്ന് കണക്കനുസരിച്ച് ഡയറക്ട് സെല്ലിംഗിൽ 3 ലക്ഷം ആൾക്കാർ കഴിഞ്ഞു. ഈ വളർച്ച വളരെ ഗണ്യമായ രീതിയിൽ പോവുകയാണ്. ഇന്ത്യ അഹമാനം നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് വേരൂന്നി വരികയാണ്. നിയമപരമായുള്ള എല്ലാ പരിരക്ഷയും ഇതിന് നമ്മൾ നൽകിയിട്ടുണ്ട്. ബിസിനസ് സൂമിൻ്റെ മാനേജ്മെൻറ്റ് ടീം ഞങ്ങളെ സന്ദർശിച്ചപ്പോൾ അതിലൊരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഈ മാസിക അതിന് എഴുതിയിട്ടുണ്ട്. നിയമപരമായ ചട്ടങ്ങളും മാർഗരേഖയെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇത് പറയാൻ കാരണം സർക്കാരിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയും മുനീറും MLA ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സർക്കാരിനെ സംബന്ധിച്ച് തനത് റിസോഴ്സിൻ്റെ 70% നികുതിയിൽ നിന്നുമാണ് സ്വരൂപിക്കുന്നത്. 70% നികുതി തരുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് സർക്കാരിന് നികുതി പിരിച്ച് ഖജനാവിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ ആ മേഖലയെ ഒരു സർക്കാരിനെ പോലും പിടിച്ചു നിർത്തുന്ന ത്രാണിയുള്ള ഒരു മേഖലയാണ് ഈ ബിസിനസ് മേഖല. പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ പുരാതനതരമായ പഴയ ബിസിനസ്സിന് ഒരു കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഹോൾസെയിലർ, റീറ്റെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, C&F എന്ന് പറയുന്ന കുറേ ആൾക്കാർക്ക് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വന്നതോടുകൂടി. ഞാൻ അതിന് കൈയടിക്കില്ല. കാരണം നമുക്ക് എല്ലാവരും വേണം. ഒരു കൂട്ടരെ നശിപ്പിച്ചുകൊണ്ട് വേറൊരു കൂട്ടർ വളരുന്നത് ശരിയല്ലല്ലോ. അവർക്കും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. ബിസിനസ്സിൽ KSRTCയിലെ മന്ത്രി ഇപ്പോൾ പോയി അല്ലെങ്കിൽ ഞാൻ പറയാനും ധാരാളം ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ പട്ടിണിയായിക്കൊണ്ടിരിക്കുന്നു. അവരെ നിങ്ങൾ ദത്തെടുക്കണം. ഇവിടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും സ്പർശിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിനകത്തുള്ള കമ്പനികൾ പലതുണ്ട്. ഇനിയും ധാരാളം കമ്പനികൾ വരും. ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള കൺസ്യൂമേഴ്സ്, ലീഡേഴ്സ്, ഡയറക്ട് സെല്ലേഴ്സിനാണ്, കമ്പനിയല്ല. കമ്പനി എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ അതിനെ പിടിക്കാനായിട്ട് മോണിറ്ററിംഗ് അതോറിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സംരക്ഷിക്കണം. ഈ മേഖലയിൽ ബഹുമാനപ്പെട്ട ട്രെയിനർ മധുഭാസ്കർ ഇരിക്കുകയാണല്ലോ, അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. ഞാൻ ഈ പല MBA കോളേജിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയാലും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ബിസിനസ് മീറ്റിങ്ങിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരുടെ ഒരു ആവേശവും ഉത്തേജനവും അവരുടെ ലീഡർഷിപ്പ് ഇത് എവിടെ കിട്ടുന്നതെന്ന് അറിയില്ല. ആ ബിസിനസ്സിൽ എന്തോ ഒരു സ്പിരിറ്റ് അത് നമുക്ക് അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ പറയുന്നത് സ്റ്റേജിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കോട്ടും ടൈയൊക്കെ ഇട്ട് വന്ന് അങ്ങ് കസറുക. ലേഡീസ് എന്ന് പറയുന്ന നിങ്ങളെ ഞാൻ സാധാരണ ഇത് ലേഡീസ് ബിസിനസ് മേഖലയിലില്ല. പക്ഷേ ഡയറക്ട് സെല്ലിംഗിന് ഞാൻ പാലക്കാട് മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ ഇത്രയും വല്ല സദസ്സിൽ 90% വുമൻസാണ്, ലേഡീസാണ്. അപ്പോൾ
സമസ്ത മേഖലയും കൈയടക്കിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് എല്ലാവിധ ആശംസയും നൽകുകയാണ്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. നിയമപരമായ കാര്യങ്ങൾ സർക്കാർ നോക്കിക്കൊള്ളും. ഇതിന് യാതൊരു വിധമായ ഇല്ലീഗാലിറ്റി ഇല്ല. നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും ഈ ബിസിനസ്സുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് നെല്ലും പതിരും തിരിച്ചറിയേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. ധാരാളം മണി ചെയിൻ കമ്പനികൾ കൂടുപോലെ വളരുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോലീസിന് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനി ആയുസ് 2 മാസമേ കാണുള്ളൂ. മോണിറ്ററിംഗ് അതോറിറ്റിയുടെ മീറ്റിംഗ് കൂടി ഞങ്ങൾ തീരുമാനിച്ചു, ഫ്ലാഗ് ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം പിടിവീഴും. നിങ്ങൾക്കറിയാമല്ലോ ആരായിരിക്കും മണി ചെയിൻ. ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്ന ഒരു കമ്പനിയിലെ നിങ്ങൾ അടുപ്പിക്കരുത്. ഇത് സമൂഹത്തിൽ ജനകീയ പോലീസ് പോലെ നിങ്ങൾ നിയോഗിക്കുക. നമുക്ക് തുറന്നു തന്നിരിക്കുന്ന സർക്കാർ തുറന്നു തന്നിരിക്കുന്ന ഈ വേദിയെ മലിനപ്പെടുത്താൻ ഒരു മേഖല നിങ്ങൾ അനുവദിക്കരുത്. ഈ മേഖലയുടെ വളർന്നു വന്ന് നിങ്ങൾ തന്നെ അതിനെ ഒരു സെൽഫ് പോലീസിങ് സിസ്റ്റത്തിലൂടെ സർക്കാരിനെയും മോണിറ്ററിംഗ് അതോറിറ്റി അറിയിക്കുകയാണെങ്കിൽ നാം അവരുടെ പേര് പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ നിർമ്മാർജ്ജിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നും ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബൈബിളിൽ ഒരു വാചകമുണ്ട്, എനിക്ക് പുറകെ വരുന്ന എന്നെക്കാൾ ശക്തനാണ് എന്ന് പറയുന്നത് പോലെ മോട്ടിവേറ്റഡ് സ്പീച്ചൊക്കെ ആയിട്ട് ഇവിടെ ധാരാളം ആൾക്കാരിരിക്കുന്നു. അവർക്ക് വഴി മാറിക്കൊണ്ട് എല്ലാവിധ ആശംസകളും ബിസിനസ് സൂമിനും നിങ്ങൾക്കും തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി. നമസ്കാരം.